കോളിവുഡിലെ ധനുഷ് വെറൈറ്റി പാസം പടങ്ങൾ പണി അങ്ങ് ബോളിവുഡിൽ ഇതേ ടൈപ്പ് പാസം വെച്ച് പണിയ പടമാണ് തേരെ ഇഷ്ക്. വെരി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു അപരാധ ലവ് പടം. ലവിനെ കാട്ടി ഈ പടത്തിൽ കരച്ചിലാണ് കൂടുതൽ. ക്ലൈമാക്സിലൊക്കെ ആകുമ്പോൾ വർണ്ണവനും പോകുന്നതിനും ഒക്കെ എല്ലാവരും കരയും. അപ്പോൾ പടം തുടങ്ങുന്നത് എയറിൽ കൂടെ പറക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചുകൊണ്ടാണ്. ഹീറോ എയർഫോഴ്സിലെ ഒരു മെയിൻ ആളാണ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മെയിൻ ഹീറോ ഉള്ള കാര്യം അറിയാതെ കുറച്ച് ചൈനക്കാർ പ്ലെയിനിൽ കുറച്ച് ബോംബുമായിട്ട് വന്ന് ഇന്ത്യ ബോർഡറിലേക്ക് ഇടാൻ വേണ്ടി വന്നത്. ഇതറിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ ഉറക്കം തൂങ്ങിയ ആ കണ്ണുകൾ കൊണ്ട് ഐ കോണ്ടാക്ട് കൊടുത്തും മിസൈൽ കാണിച്ചും പേടിപ്പിച്ചു വിടും. അങ്ങനെ ഈ കാര്യം എയർഫോഴ്സിലെ മെയിൻ ആൾ അറിഞ്ഞ് ഹീറോ അടുത്ത് ചെന്ന് ചോദിക്കും, How dare you pulled out a weapon in international airspace? May I know? എങ്കിരുന്ന് വന്നിച്ച് മനസ്സിലായിരുന്നു. സൂപ്പർഡാ, ഇവനൊക്കെ ആരുടെ എയർഫോഴ്സിലേക്ക് കയറ്റി വിട്ടത്. അങ്ങനെ ഇത് കേട്ടത് ആ ഓഫീസറിന് മനസ്സിലായി ഹീറോയ്ക്ക് കുറച്ച് പ്രാന്തുള്ള കാര്യം. അതുകൊണ്ട് ഹീറോയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറയും. അങ്ങനെ കൗൺസിലിംഗ് എടുക്കാൻ വരുന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയിൻ ഒരു ആൽക്കഹോൾ അഡിക്റ്റാണ്. ആദ്യം ഇവൾക്കാരെയും കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു കൊണച്ച ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കരച്ചിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോ ഒരു കോളേജിലെ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വയലന്റ് ആണ്. കുറച്ചധികം വയലന്റ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോ കോളേജിൽ ഇലക്ഷന് പേര് കൊടുത്ത ഒരു പയ്യനെ വെറുതെ അടിക്കാൻ വേണ്ടി ഓടിച്ച് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് എത്തും. അങ്ങനെ ഹീറോയുടെ റൗഡിസം കണ്ട് ഇഷ്ടപ്പെടാതെ നമ്മുടെ ഹീറോയിൻ ഹീറോയെ തടയാൻ വേണ്ടി കയ്യോങ്ങും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഒരു ക്രിഞ്ച് ഡയലോഗ് അങ്ങ് അടിക്കും. இவ்வளோ அழகான கையை அடிக்கணும்னு ஓங்கிட்டா ஏதாவது ஒரு கன்னத்துல பட்டுதானே ஆகணும். അങ്ങനെ ഈ ക്രിഞ്ച് ഡയലോഗ് ആയിട്ട് ഒരു മിനിറ്റ് നമ്മുടെ ഹീറോയിനെ തന്നെ അങ്ങ് മറന്നുപോകും. ഇവൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് വയലന്റ് ആയിട്ടുള്ള ഒരാളെ ലവ് ചെയ്ത് നോൺ വയലന്റ് ആക്കാൻ. എന്തോന്നും പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്രാന്താശുപത്രി എന്തിന് കാണാനാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ പ്രോജക്റ്റിന് വേണ്ടി നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഈ വയലന്റ് ആയിട്ടുള്ള ഹീറോയെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഈ കാര്യം നേരിട്ട് പറയാൻ വേണ്ടി ഹീറോ അടുത്ത് പോകും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, சோ இதெல்லாம் கல்யாணத்துக்கு முன்னாடியா இல்ல அப்புறமா? கேர்ள் ஃப்ரெண்ட் ஆயிட்டு கூட இதெல்லாம் பண்ணலாம். അങ്ങനെ ഇതിനൊന്നും ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഇവളെ വണ്ടിയിൽ കയറ്റി പറഞ്ഞു വിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി 14 ആവുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് പെണ്ണില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള കപ്പിൾസിന്റെ നെഞ്ചത്ത് നോക്കി പൂത്തിരി വിട്ട് കളിക്കുകയായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിൻ വന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ஒரு பொண்ணு என் தோல் மேல அப்படியே மெதுவா தலைய சாச்சிதோ பாரு. பைத்தியமா உனக்கு? ஏன் இவ்ளோ வரி பண்ணிக்கிற? எல்லாம் சரியாயிடும்னு சொல்றது. ഇവന് വട്ടാണെന്ന് തോന്നുന്നു. ചുമ്മാതല്ല ഇതൊരു പെണ്ണൂലും കിട്ടാത്തത്. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയിന്റെ പ്രോജക്റ്റിനെ ഓർത്ത് തിരിച്ച് വന്നിട്ട് ആക്ടിംഗ് പെർഫോമൻസ് അങ്ങ് തുടങ്ങും. பைத்தியமானி ஏன் இவ்வளோ கவலைப்படுற? எல்லாம் சரியாயிடும். இன்னைக்கு வேலண்டைன்ஸ் டே. എൻ കൂടെ ഡേറ്റ് വരിക. അങ്ങനെ നമ്മുടെ വയലന്റ് ഹീറോ അന്ന് തൊട്ട് ഡ്യൂഡായിട്ട് മാറും. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മുടെ ഹീറോ അവളെ പിറകെ നടന്ന് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. അവളുടെ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ വെറുതെ ടൈം വേസ്റ്റിന് വേണ്ടി അവളുടെ പിറകെ അലഞ്ഞു നടപ്പാണ്. ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹീറോ കവിതയൊക്കെ പറയും. ഒരു മുறை കൈയും തൊട്ടത്, ഒരു മുறை കാലും തൊട്ടത്, മറ്റൊരു മുറിയോ എൻ വിരൽ കന്നത്തിൽ പട്ടത്. അങ്ങനെ ഒരു ദിവസം നടു റോഡിൽ വെച്ച് നമ്മുടെ ഹീറോ ഒരു ബസ്സിനെ അടിച്ചു പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് വരും. അപ്പോഴേക്ക് റോഡിനെ നടുക്ക് തന്നെ 2 സീറ്റും പിടിച്ചിട്ടിട്ട് ഹീറോ പറയും, இதெல்லாம் நமக்கு செட் ஆகாது, எனக்கு போர் அடி. போர் அடிச்சிச்சுனா எனக்கு அது வேணும். எது வேணும்? ஃபன். ഇവന് പ്രാന്തലടാ, ഇവന് കാമക്കടിയാണ്. അങ്ങനെ ഇത് കേട്ടിട്ട് അവള് പറയും, நான் உனக்கு ஃபன் தரேன். கண்டிப்பா I'll give you lots of fun. நிறைய ഓ ഇതിൽ ഹീറോയ്ക്കും ഹീറോയിനും ഭ്രാന്താണ്. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമൊക്കെ ബുക്ക് ചെയ്ത് റൂമിൽ കയറിയതും ഹീറോ പറയും ഒരു മൂഡിലാണ്. ഇവൻ എന്താണ് മൂഡ് സിങ്സ് ആണ്. അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂർ നമ്മുടെ ഹീറോ അവളുടെ പിറകെ നടന്ന് നമ്മൾ അങ്ങ് വെറുപ്പിക്കും. അങ്ങനെ പിറകെ നടന്ന് അവളുടെ പ്രോജക്റ്റ് അങ്ങ് സക്സസ്ഫുൾ ആയി. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ടാക്ടിക്സ് ഉപയോഗിച്ച് വളരെ ഇമോഷണൽ രീതിയിൽ ലവ് പറയും. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന്റെ മനസ്സ് മാറി വന്നത് ഹീറോയിന്റെ വേറൊരു ബോയ് ഫ്രണ്ട് വരും. ഇതൊക്കെ കണ്ട ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് നമ്മുടെ ഹീറോ മൂഞ്ചു. അങ്ങനെ ഇവള് പുതിയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പബ്ബിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ ഹീറോ ഓടി വന്ന് പെട്രോൾ എടുത്ത് സ്വന്തമായിട്ട് ഒഴിക്കും. എന്തോടാ നിനക്ക് പെട്രോൾ ഒഴിക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒഴിച്ചാൽ പോരെ. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോ നേരെ ഹീറോയുടെ വീട്ടിൽ കയറി ചെന്ന് നാളെ അച്ഛനെ കാണാൻ വരാന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോ വളരെയധികം എക്സൈറ്റ്മെന്റിൽ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകും. അപ്പോൾ അവളുടെ അച്ഛൻ ഹീറോയെ അപമാനിച്ചു വിടും. സ്വന്തമായിട്ട് ജോലി പോലും ഇല്ലാത്തവർക്ക് പെണ്ണ് കൊടുക്കില്ലെന്നും പറഞ്ഞു. അങ്ങനെ ഇതിന്റെ റിവഞ്ചിൽ നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് 3 വർഷം കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവും. എന്നിട്ട് നേരെ അവളെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയത് അന്ന് അവളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ വീണ്ടും മൂഞ്ചിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ റിവഞ്ചിൽ നമ്മുടെ ഹീറോ അവളുടെ വീടിന് അങ്ങ് കത്തി. ഇവൻ എന്തോ കൂടിയ മാനസികമായ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട പോലീസുകാർ നല്ല ഇടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ അച്ഛൻ വന്ന് കാല് പിടിച്ച് ഹീറോയെ ഇറക്കി കൊണ്ടുപോകും. ആ പോകുന്ന ടൈമിൽ ആക്സിഡന്റ് ആയി നമ്മുടെ ഹീറോയുടെ അച്ഛൻ പടമാവും. ഒരു ഡൗൺഫാൾ ആണ് ഹീറോയ്ക്ക് ഇപ്പോൾ. അങ്ങനെ ഇതിന്റെ റിവഞ്ചിൽ ഹീറോ പഠിച്ച് എയർഫോഴ്സിൽ കയറും. അങ്ങനെ ബാക്ക് ടു ദ പ്രസന്റ് സ്റ്റോറി. ഇവള് കെട്ടിയവനെയും ഡിവോഴ്സ് ചെയ്ത് വയറ്റിൽ ഒരു കുഞ്ഞിനെയും വെച്ച് ഹീറോയെ ഇഷ്ടമാണെന്ന് പറയും. ഇത് ആരുടെ സ്ക്രിപ്റ്റ് എഴുതിയത്? അങ്ങനെ നമ്മുടെ ഹീറോ ഒരു വാറിൽ പോയി പടമാവും. അതേസമയം നമ്മുടെ ഹീറോയിനും പ്രഗ്നൻസി ടൈമിൽ പടമാവും. അതോടെ പടവും തീരും.